ഹലോ വെൽക്കം ടു സയൻസ് കിച്ചനറ്റ്. കോക്കനട്ട് ബർഫി. ഇത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് രുചികരമായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു മധുര പലഹാരമാണ്. ഇത് തീർച്ചയായും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന ഒരു വിഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചൂടായ പാനിലേക്ക് 1.5 കപ്പ് പാലൊഴിക്കുക. പാല് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ പാലെല്ലാം വറ്റി തേങ്ങ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിലേക്ക് ഒരല്പം യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് തുടർച്ചയായി ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചാൽ ഇതിൻ്റെ രുചിയും കളറും എല്ലാം മാറിപ്പോകും. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. പഞ്ചസാരയെല്ലാം ഉരുകി തേങ്ങയുമായി യോജിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇനി ഇത് നെയ്യെല്ലാം തെളിഞ്ഞ് പാനിൽ നിന്നും വിട്ടുവരുന്ന ഒരു പരുവമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ചൂടോടെ തന്നെ ഇത് നെയ്യ് തടവി വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് മാറ്റാം. ഇനി ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. സ്പൂണോ തവിയോ എന്ത് വേണേലും ഉപയോഗിക്കാം. ചൂടോടെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് പിസ്ത ഉപയോഗിച്ച് ഇത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു മധുര വിഭവം തന്നെയാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.